ഒരു ആൾക്ക് എത്ര സ്വർണം കൈവശം വയ്ക്കാം? ഇത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് വ്യക്തമായ നിയമങ്ങളുണ്ട്. ഇഷ്ടം പോലെ നമ്മൾ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മുടെ കൈവശം ഇത്തരം സ്വർണങ്ങൾ വയ്ക്കാം എന്നുള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ്. ആ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ നമുക്ക് സ്വർണം കയ്യിൽ കരുതാൻ സാധിക്കൂ. വിവാഹിതരായ സ്ത്രീകൾ, അവിവാഹിതരായ സ്ത്രീകൾ, പുരുഷന്മാർ, ഇങ്ങനെ ഓരോ വ്യക്തിക്കും സൂക്ഷിക്കാൻ കഴിയുന്ന സ്വർണത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. അവിടെ കാറ്റഗറി ഉണ്ട്. പാരമ്പര്യമായി നമുക്ക് കുടുംബപരമായൊക്കെ കൈമാറ്റം ചെയ്യുന്ന സ്വർണം അത് കൈവശം വെക്കുമ്പോഴും രേഖകൾ വേണം. നിയമപ്രകാരം കൈവശം വെക്കാവുന്ന പരമാവധി അളവ് സ്വർണത്തേക്കാൾ കൂടുതൽ കയ്യിലുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കൂടുതൽ കയ്യിലുള്ള, അനുവദനീയമായതിലും കൂടുതൽ കയ്യിൽ സ്വർണമുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കണമെന്ന് മാത്രം. സ്വർണം വാങ്ങിയതിൻ്റെ ഇൻവോയ്സും വാങ്ങാൻ ഉപയോഗിച്ച പണത്തിൻ്റെ സോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങളുമാണ് രേഖകളായി നൽകേണ്ടി വരിക. ഇനി നമുക്ക് ഒരാൾക്ക് എത്ര പവൻ കയ്യിൽ വയ്ക്കാം എന്നതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കാം. പരിധിയിൽ കൂടുതൽ സ്വർണം കയ്യിൽ വെച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് അറിയാം. പുരുഷനും സ്ത്രീക്കും കയ്യിൽ എത്ര സ്വർണം വെക്കാം എന്ന് അറിയാം. അതുപോലെ വീട്ടിൽ എത്രമാത്രം സ്വർണം കരുതാം എന്ന് നോക്കാം. ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കാതെ കയ്യിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധിയുണ്ട്. വിവാഹിതരായ സ്ത്രീകൾ, അവിവാഹിതരായ സ്ത്രീകൾ, പുരുഷന്മാർ എന്നിങ്ങനെ വ്യക്തികൾക്ക് അനുസരിച്ച് ഈ പരിധിയിൽ വ്യത്യാസമുണ്ട്. നിയമപരിധിയിൽ കുറവുള്ള സ്വർണമാണ് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത് എങ്കിൽ വരുമാനം സംബന്ധിച്ച വിവരങ്ങൾ അധികൃതരെ ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകളിലെ കണക്കുമായി യോജിക്കുന്നില്ല എങ്കിലും ഈ പരിധികളിൽ കുറഞ്ഞ സ്വർണം ഒരാൾ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ അത് പിടിച്ചെടുക്കാൻ ആദായ നികുതി വകുപ്പിന് സാധിക്കില്ല. വിവാഹിതയായ ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണം രേഖകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാം. അവിവാഹിതയായ സ്ത്രീയാണെങ്കിൽ അതിന്റെ നേർപകുതിയെ സൂക്ഷിക്കാൻ സാധിക്കൂ, അതായത് 1/4 കിലോ. പുരുഷനാണെങ്കിൽ കൈവശം വയ്ക്കാവുന്ന സ്വർണത്തിന്റെ അളവ് 100 ഗ്രാം മാത്രമാണ്. ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ 600 ഗ്രാം സ്വർണം നിയമപരമായി സൂക്ഷിക്കാം. നേരത്തെ പറഞ്ഞ ക്രമത്തിൽ ഓരോ കുടുംബത്തിലെയും ആളുകളുടെ എണ്ണം അനുസരിച്ചുള്ള വ്യത്യാസം അനുസരിച്ച് സൂക്ഷിക്കാവുന്ന സ്വർണത്തിന്റെ അളവിൽ മാറ്റമുണ്ടാവും. അളവിൽ കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയാൽ ഇൻവോയ്സും സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളും നേരത്തെ പറഞ്ഞതനുസരിച്ച് നൽകേണ്ടി വരും. ഇത്തരത്തിൽ രേഖകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ സൂക്ഷിക്കാവുന്ന സ്വർണത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. രേഖകൾ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടുതലുള്ള സ്വർണം ആദായ നികുതി വകുപ്പിന് പിടിച്ചെടുക്കാൻ സാധിക്കും. ഒരു കുടുംബത്തിനോ ഒരു വ്യക്തിക്കോ പാരമ്പര്യമായി കുറേയേറെ സ്വർണം ലഭിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായി അതിൻ്റെ ഇൻവോയ്സോ സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളോ സമർപ്പിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത് കൈമാറി വരുന്ന സ്വർണ്ണമാണ്. ഇതൊന്നുമില്ല എങ്കിലും പാരമ്പര്യമായി ലഭിച്ച സ്വർണം സൂക്ഷിക്കാൻ നിയമപരമായി തടസ്സമൊന്നുമില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർക്കൊരു വിശദീകരണം നൽകേണ്ടി വരികയാണെങ്കിൽ പാരമ്പര്യമായി കൈമാറിയതിൻ്റെ രേഖകളാണ് ഹാജരാക്കേണ്ടി വരിക. ഉദാഹരണത്തിന് ഒരു കുടുംബത്തിലെ സ്വത്തുക്കൾ വീതം വയ്ക്കുന്ന കരാറിൽ കൈമാറ്റം ചെയ്യുന്ന സ്വർണത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ കാണിക്കണം. ഈ കരാർ കൈവശമുണ്ടെങ്കിൽ കരാറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അളവിലുള്ള സ്വർണം ധൈര്യമായി സൂക്ഷിക്കാം. ഇതിന് പ്രത്യേകമായി നികുതി അടയ്ക്കേണ്ടി വരില്ല. നിങ്ങളുടെ വരുമാനം ഉപയോഗിച്ച് സ്വർണം വാങ്ങുകയും 3 വർഷത്തിനുള്ളിൽ വിൽക്കുകയും ചെയ്താൽ നികുതി നൽകേണ്ടി വരും. 3 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് അഥവാ LTCGI 20% നികുതി നൽകണം. ഗോൾഡ് ബോണ്ടുകൾ 3 വർഷത്തിനുള്ളിൽ വിൽക്കുമ്പോഴും 10% നികുതി നൽകേണ്ടി വരും. 3 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ LTCGI 20% നികുതി നൽകണം. സ്വർണം സൂക്ഷിക്കുന്നതിന് നികുതി ഇല്ല എങ്കിലും വിൽക്കുമ്പോൾ നികുതി നൽകണം എന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് സ്വർണം സുരക്ഷിതമായി വാങ്ങാം, സ്വർണം സുരക്ഷിതമായി സൂക്ഷിക്കാം, നിയമവശങ്ങൾ അറിഞ്ഞുകൊണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.